കേരള കോൺഗ്രസുകളുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന ചങ്ങനാശ്ശേരി ബിഷപ്പ് തോമസ് തറയിലിന്റെ പ്രതികരണത്തോട് ഒഴിഞ്ഞുമാറി കേരള കോൺഗ്രസ് നേതാക്കൾ. ബിഷപ്പിന്റെ പ്രതികരണത്തോടെ ഐക്യമെന്ന പഴയ ആശയം പ്രവർത്തകർക്കിടയിൽ വീണ്ടും ചർച്ചയാവുകയാണ്. മുഹമ്മദ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ഐക്യമെന്ന ആശയം പ്രവർത്തകർക്കിടയിൽ വീണ്ടും സജീവമാകുമ്പോൾ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരിക്കുന്നു? തീർച്ചയായും കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് നടന്ന ജലവിഭവ വകുപ്പിന്റെ ഒരു ചടങ്ങിലാണ് PJ ജോസഫും റോഷി അഗസ്റ്റിൻ മന്ത്രിയും ഒരുമിച്ച് വരുന്ന സാഹചര്യമുണ്ടായി. രണ്ടുപേരും ഒരേ വേദിയിൽ പങ്കിടുമ്പോൾ തന്നെ മാധ്യമങ്ങൾ വലിയ കൗതുകത്തോടെയാണ് അതിനെ നോക്കിക്കണ്ടത്. അതിനുശേഷം 2 ദിവസം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് മാർ തോമസ് തറയിൽ ഈ കേരള കോൺഗ്രസുകളുടെ ഐക്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തെക്കുറിച്ച് ഇരു നേതാക്കളോടും വെവ്വേറെ ചോദിക്കുകയുണ്ടായി. റോഷി അഗസ്റ്റിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ റോഷി അഗസ്റ്റിൻ വളരെ രസകരമായിട്ടാണ് പ്രതികരിച്ചത്. ഞാൻ കേട്ടില്ല, ഞാൻ പിതാവിനോട് അക്കാര്യം ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. അതേസമയം PJ ജോസഫുമായി ഈ വിഷയം ചോദിക്കുമ്പോൾ PJ ജോസഫ് പറയുന്നത് സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ് പിതാവ് നടത്തിയത്, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഇല്ല എന്ന പ്രതികരണവും PJ ജോസഫ് നടത്തുന്നുണ്ട്. സാധാരണ അത്തരം രാഷ്ട്രീയ ചോദ്യങ്ങളോട് കഴിഞ്ഞ കുറെ കാലമായി മാറി നിന്ന് ഒഴിഞ്ഞു മാറി പോകാറുള്ള സ്വഭാവമാണ് PJ ജോസഫിനുള്ളതെങ്കിലും ആ രീതിയിൽ ഒരു പ്രതികരണം നടത്താൻ PJ ജോസഫ് തയ്യാറായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. കേരള കോൺഗ്രസുകളുടെ ഐക്യം നമുക്കറിയാം. 1964 കേരള കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം പിന്നീട് നിരവധി പിളർപ്പുകളുണ്ടായി. പിളരും തോറും വളരുന്ന ഒരു പാർട്ടി എന്നാണ് കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്. പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന പാർട്ടി എന്നാണ് KM മാണി കേരള കോൺഗ്രസുകളെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ സത്യം തന്നെ, യാഥാർത്ഥ്യമാണത്. ഈ പിളർപ്പുകളാണ് കേരള കോൺഗ്രസുകളെ കേരള രാഷ്ട്രീയത്തിൽ ഇത്ര പ്രസക്തമായി നിലനിർത്തിയത് എന്നുള്ളതാണ്. കേരളത്തിലെ എല്ലാ മുന്നണികൾ എടുത്താലും അതിലെല്ലാം ഒരു കഷ്ണം കേരള കോൺഗ്രസ് എങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. മലയോര ക്രൈസ്തവ കർഷക ജനതകളെ പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസുകൾക്ക് അവരുടെ രാഷ്ട്രീയ ശക്തി ഈ നിലയിൽ നിലനിർത്താൻ കഴിഞ്ഞതും ഇവരുടെ ഈ പിളർപ്പും വിവിധ മുന്നണികളിലുള്ള ഇവരുടെ സാന്നിധ്യവും ഒക്കെ കൊണ്ടാണ്. ഏതായാലും ഒരു ഐക്യം വേണമെന്ന് ഇത്തരം തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഒരു കേരള കോൺഗ്രസുകളുടെ താല്പര്യകക്ഷി എന്ന് പറയാവുന്ന ഒരു പിതാവ്, ഒരു പുരോഹിതൻ പറയുകയും അതിനോട് വലിയ 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 പ്രതീക്ഷയോടുകൂടി പ്രവർത്തകർ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം PJ ജോസഫ് വിഭാഗവും KM മാണി വിഭാഗവുമായി 2 പ്രമുഖ കക്ഷികൾ, കേരള കോൺഗ്രസിലെ 2 പ്രമുഖ പാർട്ടികൾ 2 മുന്നണികളാണ് നിൽക്കുന്നതെങ്കിൽ കൂടിയും അവരുടെ പ്രവർത്തകർ തമ്മിൽ വലിയ ഐക്യം തന്നെയാണ്. വളരെ ഊഷ്മളമായ ബന്ധമാണ് പ്രവർത്തകർ തമ്മിലുള്ളത്. പലയിടങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം തന്നെയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് തന്നെ ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ ഇരുപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് കേരള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിന് മുൻപായി ഒരു ഐക്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പ്രവർത്തകർക്കിടയിൽ ഉണ്ടെങ്കിലും നേതാക്കൾ ആ രീതിയിലുള്ള ഒരു പ്രതികരണം പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെതാണ്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ പ്രതികരിക്കുന്ന LDF-ലുള്ള കേരള കോൺഗ്രസിന് ഒരു തരത്തിലും LDF-ൽ നിന്ന് വിട്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. വലിയ പരിഗണനയോടുകൂടിയാണ് മാണി വിഭാഗം കേരള കോൺഗ്രസിനെ പിണറായി വിജയൻ പരിഗണിക്കുന്നത്. അവരുന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു ഐക്യം സാധ്യമാവുകയില്ല എന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി.